ശ്രീ രാജ്മോഹൻ, കേരളത്തിലെ വിനോദസഞ്ചാരത്തിൻ്റെ പുനരുജ്ജീവനത്തിനായി ബ്ലോഗർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തുന്നതിലേക്ക് എൻ്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനായി 41 വ്ളോഗർമാരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. ഇക്കൂട്ടത്തിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത്. കേരളത്തിൽ നിന്നും പാകിസ്ഥാനിലേക്കായിരുന്നു ഇവരുടെ യാത്ര എന്ന് അറിയുന്നു. പാക് ചാരസംഘടനയായ ISIയുമായി ജ്യോതി സ്ഥിരം ആശയവിനിമയം നടത്തിയിരുന്നു. ജ്യോതിയുടെ സന്ദർശനത്തിൽ, കേരള സന്ദർശനത്തിൽ ദുരൂഹത തോന്നുന്നുണ്ടോ? ദുരൂഹത അല്ല, നമ്മുടെ ദുരൂഹത എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു എന്തോ ഒരു വശപ്പശക്ക്, എന്തോ സംതിങ് ഈസ് റോങ് സംവർ അതുണ്ട്. കാരണം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആയിട്ട് കുറച്ച് ബ്ലോഗർമാർ ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫൈൻ, അങ്ങനെ ചെയ്യാറുണ്ട്, പല സംസ്ഥാനങ്ങളിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ആ ബ്ലോഗറോട് വന്നു പോയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ ചെലവിൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചെലവിൽ അവര് ദേശവിരുദ്ധമായ ചില പ്രവൃത്തികൾ ചെയ്തു എന്ന് പറയുന്നത് നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതാണ് അതിലെ മെയിൻ പ്രോബ്ലം. അതാണ് സംസ്ഥാനത്ത് നടന്ന കാര്യം. സംസ്ഥാനത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് 40ഓളം ആളെ കൊണ്ടുവന്നു. അതിൽ ഒരാള് നമ്മുടെ ദേശദ്രോഹപരമായ പല കാര്യങ്ങളും ചെയ്തതെന്ന് ഫർദറായിട്ട് മനസ്സിലാക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും റിമാൻഡിലാണ്. ഇന്നാണെന്ന് തോന്നുന്നു, 3ാമത്തെ ജാമ്യം അപേക്ഷ ഇന്നാന്ന് തോന്നുന്നു. അപ്പൊ അവര് റിമാൻഡ് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മോഡേൺ വാർഫെയർ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ്. ഈ മോഡേൺ വാർഫെയറിൽ വെറും ബോർഡറല്ല വാർ. ഈ വാർ നടക്കുന്നത് ബോർഡറിലല്ല. ഇപ്പൊ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നത്. അതിലൊരു മാർഗമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ടുള്ള ഇൻസൈഡ് വാർ. അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഒരു ഉപകരണമാക്കിയിട്ട് ഈ സ്ത്രീയെ മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഹിസാറിലത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് ഈയിടെ മറ്റേ പ്രസ് ബ്രീഫിംഗിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ ഒരു ഉപകരണമായി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസികൾ. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികൾ ഈ ബ്ലോഗറെ ഒരു ഉപകരണമായി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. അതിന് നമ്മുടെ സംസ്ഥാനം വളക്കൂറായി പോയതിലേക്ക് നമുക്ക് വളരെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരോട് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നടത്താറില്ലേ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഇപ്പൊ അങ്ങനെ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നടത്തിയപ്പോൾ ആ കാലത്ത് അവർ ഒരു കേസില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവര് പലതവണയും പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ടൂറിസത്തിന്റെ അവരുടെ ഒരു വിസ ആപ്ലിക്കേഷനായിട്ട് അവിടെ പോയപ്പോൾ പാകിസ്ഥാനിലെ ചില ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അവര് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവര് നമ്മുടെ അന്വേഷണ ഏജൻസി റഡാറുള്ള ഒരു വ്യക്തിയാണ്. അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കാര്യം അന്ന് അവരെ പറ്റി എവിഡൻസ് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ എവിഡൻസ് ലഭിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു നോക്കുകുത്തിയായി മാറി. കാരണം വി ഫീൽ വെരി സോറി അബൌട്ട് നമ്മളെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽസ് അത് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് അവരെ അനലൈസ് ചെയ്തിട്ടില്ല. ഈ കൊണ്ടുവന്ന ആൾക്കാർ ഇനി അങ്ങനെ പല ആൾക്കാരുണ്ടോ നമുക്കറിയില്ല. പിന്നെ ഇവര് വന്നു പോയതിനു ശേഷം നമ്മളാരും മനസ്സിലാക്കുന്നില്ല ഇവര് വന്നു പോയി അവർ നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ അവര് ദേശത്ത് അവിടെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മൾ അങ്ങനെ കരുതുന്നത്. പക്ഷെ ഇപ്പോഴത് അവർ അറസ്റ്റിലായപ്പോൾ മനസ്സിലായത്, അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല, നമ്മുടെ സംസ്ഥാനം അറിയുന്നില്ല. കാരണം നമ്മുടെ ചെലവിൽ നമ്മുടെ ഇവിടുത്തെ എഫേർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവരൊക്കെ ഒരു സെലക്ട് ചെയ്യുമ്പം അവരൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തുകൊണ്ട് നടത്തുന്നില്ല? ഇതൊക്കെയാണ് നമ്മൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പോഴ അന്വേഷണം കുറെ കൂടെ മുന്നോട്ട് പോയപ്പോൾ പല സംശയങ്ങളും ലേഡിയെ കുറിച്ചുണ്ട്. ഇവർക്ക് ഡാനിഷ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനിലെ ഒരു എംപ്ലോയി, പാകിസ്ഥാൻ എംബസിയിലത്തെ ഒരു സ്റ്റാഫായിട്ട് നല്ല പരിചയമാണെന്ന് പറയുന്നത്. അത് തന്നെ ഈ ഡാനിഷിനപ്പോൾ നമ്മളെ ഈ പഹൽഗാം ഇഷ്യൂവിന് ശേഷം നമ്മുടെ ഈ 6 days ഇന്റർ കോൺഫ്ലിക്റ്റിന് ശേഷം അയാളെ മടക്കി അയച്ചിരിക്കുകയാണ്. കാരണം ദേശദ്രോഹപരമായ കാര്യങ്ങൾ ചാരപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അയാളെ മടക്കി അയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലേഡി പാക് കരസേനാ മേധാവി അസീം മുനീറിന്റെ ഓഫീസിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.
എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ ചണ്ഡീഗഡിനടുത്ത് പഞ്ചാബിൽ നിന്ന് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്ത 2 ആൾക്കാരുണ്ട്. ആ 2 ആൾക്കാർ അവർ ഇന്ത്യയിലെ പല വൈറ്റൽ ഇൻസ്റ്റലേഷനെ കുറിച്ചൊക്കെ അതിന്റെ പിക്ചേഴ്സും ഡീറ്റെയിൽസും കൊടുത്ത ആൾക്കാർ ദേ അറസ്റ്റഡ്. അവരിപ്പോ റിമാൻഡിലാണ്. അവര് പിന്നെ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ അവർ കേസെടുത്തിട്ട് അവരെ പേരിൽ ഇപ്പൊ അവർ റിമാൻഡിലാണ്. അവരും ഈ ലേഡിയായിട്ട് ബന്ധമുണ്ടെന്നാ പറയുന്നത്, പരിചയമുണ്ടെന്നാ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫണ്ടിങ്, ഈ ലഭിച്ച ഫണ്ടിങ് എവിടെ നിന്ന് വന്നു എന്നും പാകിസ്ഥാനിൽ നിന്നും ഫണ്ടിങ് വന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഡേഞ്ചറസ്, ഇത്ര ഡേഞ്ചറസ് ആയ ഒരാളാണ് നമ്മുടെ സംസ്ഥാനം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ എല്ലാ ആതിഥ്യ മര്യാദയും കൊടുത്ത് നമ്മുടെ ഒരു അംബാസഡറാക്കി മാറ്റിയവരാന്ന് പറയുന്നതിൽ വളരെ കഷ്ടമുണ്ട്, വളരെ സങ്കടമുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് ഇത്തരം തെറ്റുപറ്റുന്നു? അത്തരം തെറ്റുപറ്റി അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ ഫർദറായിട്ട് അവരെ ഏജൻസി, അതായത് നമ്മളെ അന്വേഷണ ഏജൻസി, ഇപ്പം NIA ആയാലും ശരി, ഇപ്പം ഹരിയാന പോലീസ് ആയാലും ശരി, ഈ മിലിറ്ററി ഇന്റലിജൻസ് ആയാലും ശരി, ഇവരൊക്കെ ഈ കേസ് കൂടുതലായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പൊതുമധ്യത്തിൽ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോൾ പ്രസ്സിൽ ഈ നിങ്ങളുടെ പത്രക്കാരിൽ ചില ആൾക്കാർ ഇത് പിന്നെ RTI മുഖാന്തരം കൊടുത്തപ്പോഴാണ് ഇത്രത്തോളം വിവരങ്ങൾ നമ്മളെ ഈ പൊതുമധ്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മളെ പൊതുമണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇതൊക്കെ മറച്ചു പിടിച്ചു? അവർ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മളതിന്റെ നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റോ ഓപ്പൺ ആയിട്ട് പറയണ്ടേ, ഇതാ നമ്മൾക്ക് അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ റെസ്പോൺസിബിൾ അല്ല, നമുക്ക് താല്പര്യം പറയണ്ടേ? അത് പറയാതെ, ഒന്നും പറയാതെ മാത്രമല്ല, ഇപ്പോഴവർക്ക് എത്ര പൈസ കൊടുത്തു എന്നവരെ ഗവൺമെന്റ് പറയുന്നില്ല. അങ്ങനെ സംശയം, എന്റെ അഭിപ്രായത്തിൽ സംശയം ഉണ്ടാക്കരുത്. ബി ഓപ്പൺ, എല്ലാ കാര്യവും സുതാര്യത്തോട് വളരെ ഓപ്പൺ ആയിട്ട് പൊതുമധ്യത്തിൽ വരുത്തുക. ഇത് നമ്മൾ കുറ്റക്കാരല്ല, നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്, ഇതൊരു ടൂറിസത്തിന്റെ മുകളിൽ വന്നാണ്, അല്ല ഇത് ദേശദ്രോഹപരമായിട്ട് വേറൊന്നുമില്ല എന്ന് ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് പറയണം. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഗവൺമെന്റ് മറുപടി പറയണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മറുപടി പറയണം. കൂടാതെ ഡിപ്പാർട്ട്മെന്റ് അകത്ത് ഏത് ഉദ്യോഗസ്ഥനാണ് വീഴ്ച പറ്റിയത്, ആർക്കാണ് വീഴ്ച പറ്റിയത് അവരെ സെലക്ട് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഏത് ഏജൻസിയാണോ അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് അവരുടെ പേരിൽ നടപടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊതുമധ്യത്തിൽ ഗവൺമെന്റ് ഇതിൽ വളരെ ഓപ്പൺ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.